ആസാമിലെ ഗുവാഹട്ടിയിലുള്ള എൻ്റെ വീടും ഇവിടുത്തെ എൻ്റെ ഫാമിലിനെയും പരിചയപ്പെടുത്തുന്ന പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ചെന്നൈയിൽ നിന്ന് ഗുവാഹട്ടി എത്തിയിട്ട് 10 ദിവസമായിട്ടോ 10 ദിവസമായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്ന് നെക്സ്റ്റ് ഡേ പോയിട്ട് ഞാൻ വണ്ടി എടുത്തുകൊണ്ട് വന്നു. ചങ്സാരിയിൽ ഒരു ആർമി യൂണിറ്റിൻ്റെ അവിടെയാണ് വണ്ടി വെച്ചിരുന്നത്. അവിടെ നിന്ന് വണ്ടി എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞപ്പോൾ വണ്ടിക്ക് കുറച്ച് കംപ്ലയിൻറ്റുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ റെക്ടിഫൈ ചെയ്യാൻ കുറച്ച് ദിവസം എടുത്തു. അത് കഴിഞ്ഞ് വീണ്ടും യാത്ര ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ ഭയങ്കര മഴയും വെള്ളപ്പൊക്കമായിരുന്നു. അപ്പോൾ ഞാൻ ഈ താമസിക്കുന്ന എൻ്റെ വീടിൻ്റെ ഭാഗത്തൊന്നും അങ്ങനെ വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നില്ല. പക്ഷേ നമ്മളിവിടുന്ന് യാത്ര കണ്ടിന്യൂ ചെയ്യുന്ന ഭാഗത്തൊക്കെ അത്യാവശ്യം നല്ലോണം വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബൈക്കിൽ ട്രാവൽ ചെയ്യുന്ന കുറച്ച് റിസ്കി ആയിട്ടുള്ളൊരു സമയമായിരുന്നു. അതുകൊണ്ട് അങ്ങനെ സ്റ്റക്കായിപ്പോയി. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഗേറ്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഗേറ്റ് തുറന്നകത്ത് കിടക്കാം. ഇവിടുത്തെ വീടും നമ്മുടെ ഫാമിലീനെയൊക്കെ കാണിച്ചു തരാം. അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഗ്രേറ്റ് ഹിമാലയൻ റൈഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഹരി. വെൽക്കം ടു 10 Pin സ്റ്റോറി. നമ്മുടെ ഡോമിക്കുട്ടൻ്റെ ഇവിടെ സൈഡിൽ എൻട്രൻസിൽ തന്നെ ഇരിക്കുന്നുണ്ട്. ഇവിടെ വന്നിട്ടുണ്ടല്ലോ, നമ്മുടെ വണ്ടി എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ നമ്മുടെ ചെയിൻ്റെ ഭാഗത്ത് നിന്ന് ഭയങ്കര സൗണ്ടായിരുന്നു. അപ്പോൾ കുറേ പ്രാവശ്യമായിട്ട് ഇങ്ങനെ സൗണ്ട് വരുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു ചെയിൻ സ്പ്രോക്കറ്റ് അങ്ങോട്ട് മാറ്റാമെന്ന് വിചാരിച്ചിട്ട് അതിനൊരു 2 ദിവസം നടന്നു കേട്ടോ. ഒറിജിനൽ ചെയിൻ സ്പ്രോക്കറ്റ് ഇവിടെ കിട്ടുന്നുണ്ടായിരുന്നില്ല. ബജാജ് എന്ന് പറഞ്ഞ ആ കമ്പനിയുടെ ഇവിടുത്തെ ഉന്നതിയോ അങ്ങനെ എന്തോ ഒരു സർവീസ് സെൻറ്റർ ഉണ്ട്. അയ്യോ, ഇതുപോലൊരു സർവീസ് സെൻറ്ററിൽ ഞാൻ പോയിട്ടില്ല. അത്രയും ജാടയും അത്രയും അരഗൻ്റായിട്ടുള്ള സ്റ്റാഫ് വരുന്നു. അപ്പം അവിടെ മാറ്റിയില്ല, പുറത്തൊരു സ്ഥലത്ത് കൊടുത്തിട്ടാണ് മാറ്റിയത്. കുറച്ചും കൂടെ മാറിയിട്ട് ഇവിടെ പരിചയമുള്ള ഒരാൾ പറഞ്ഞിട്ട് അങ്ങനെ ഒരു സ്ഥലത്ത് പോയിട്ട് മാറ്റിയത്. കുറച്ചും കൂടെ മാറിയിട്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി മാറ്റി തിരിച്ച് ഇവിടെ വന്നു. അന്ന് തുടങ്ങിയതാണ് മഴ. അങ്ങനെ മഴ ഒരു 2-3-4 ദിവസം മഴയായിരുന്നു. മഴ കഴിഞ്ഞപ്പോൾ പിന്നെ ബ്രേക്ക് ഭയങ്കരമായിട്ട് കുറഞ്ഞു കേട്ടോ. അപ്പോൾ ബ്രേക്ക് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല, ഞാൻ മറ്റേ ഡാർജിലിംഗിൽ വെച്ചിട്ട് ഈ സംഭവം മാറ്റിയിട്ടുണ്ടായിരുന്നു. ബ്രേക്ക് ഫ്ലൂയിഡ് മാറ്റിയിട്ടുണ്ടായിരുന്നു. എനിക്കൊരു പക്ഷേ ഒരു കോൺഫിഡൻസ് കിട്ടുന്നില്ല. വണ്ടി ഓടിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ബ്രേക്ക് കുറവുള്ള പോലെ തോന്നി. അപ്പോൾ ഞാൻ തന്നെത്താൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ബ്രേക്ക് ഫ്ലൂയിഡ് വാങ്ങി ഈ ഫ്രണ്ടിലത്തെ ഇതിൽ ഒഴിച്ച് ഇതിൽ നിറച്ച് എയർ ട്രാപ്പായിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതൊക്കെ ഫ്ലഷ് ചെയ്ത് കളഞ്ഞു. ബാക്കിലത്തെ ബ്രേക്ക് ശരിയാക്കാൻ നോക്കുമ്പോൾ ഈ ഇതുണ്ടല്ലോ, ഈ നട്ട് ഇത് എന്താ പറയുക, ഇതിലാണ് ഫ്ലഷ് ചെയ്ത് കളയുക ബ്രേക്ക് ഫ്ലൂയിഡ്. അത് ഊരാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതിൻ്റെ ത്രെഡ് കുറച്ച് ഡാമേജ് ആയിട്ടുണ്ടായിരുന്നു. ഞാൻ തൊട്ടടുത്തുള്ളൊരു മെക്കാനിക്കിൻ്റെ അടുത്ത് കൊണ്ടുപോയി. ആളത് ഊരി മൊത്തം കൊളാക്കി. പിന്നെ അത് ശരിയാക്കാൻ വേണ്ടി, അതായത് എനിക്ക് കുറച്ച് ബ്രേക്ക് ഉണ്ടായിരുന്നു, ആളത് ഊരി ശരിയാക്കി ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ ആൾ പണിയെടുത്തിട്ട് ഒട്ടും ബ്രേക്ക് ഇല്ലാണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് ആൾ പറഞ്ഞു എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പിന്നെ ഞാൻ വേറൊരു മെക്കാനിക്കിനെയൊക്കെ തപ്പിപ്പിടിച്ച് എല്ലാം കഴിഞ്ഞ് സെറ്റായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ പേരാണ് ഹോസ്റ്റൽ കേട്ടോ. അപ്പോൾ ഇത് ഒരു ഹോസ്റ്റലാണ്. അപ്പോൾ ശരിക്കും എൻ്റെ വീടൊന്നുമല്ല. അപ്പോൾ ഞാൻ കുറേ ദിവസമായിട്ട് ഇവിടെയാണ് നിൽക്കണേ. ഇവിടെ അത് ശരിക്കും ഒരു വീട് ആയി മാറിക്കഴിഞ്ഞു. അത് മാത്രമല്ല, ഇവിടുത്തെ ആൾക്കാരും ഇവിടെ എന്നെപ്പോലെ കുറേ ദിവസമായിട്ട് നിൽക്കുന്ന വേറെയും കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഞാൻ പരിചയപ്പെടുത്തി തരാമെന്ന് ചോദിച്ചു. എല്ലാവരുടെ അടുത്തും ചോദിച്ചു വീഡിയോ എടുക്കണമെന്ന് കുഴപ്പമുണ്ടോയെന്ന്. അവർക്കൊക്കെ എന്നേക്കാൾ ഇൻട്രസ്റ്റാണ് വീഡിയോ എടുക്കാൻ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും വീഡിയോ എടുക്കാം. പക്ഷേ ഇവരെ പരിചയപ്പെടുത്താണ്ട് ഇവിടുന്ന് യാത്ര കണ്ടിന്യൂ ചെയ്തതിലൊരു അർത്ഥമില്ല എന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും കിടക്കാം. കയറി വരുമ്പോൾ ഇവിടെ ഒരു കവാടമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നീപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരാളാണ് ഇതിൻ്റെ ഓണർ. ആളിവിടെ ഇല്ല ഇപ്പോൾ. ആൾ വേറൊരു ഹോസ്റ്റൽ ദിബ്രുഗർ ഉണ്ട്. അപ്പോൾ അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങോട്ട് പോയേക്കാണ്. ആൾക്കാരെ പരിചയപ്പെടുത്തി തരാം. എല്ലാവരും വീഡിയോ എടുക്കാൻ ഭയങ്കര എക്സൈറ്റഡ് ആട്ടോ. ഒരാളിത് ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ട്. ഇതാണ് ഈ ഹോസ്റ്റലിൻ്റെ കണ്ണും കാതും കരളും ഹൃദയമൊക്കെ. ഇതാണ് ബിപ്ലബ് ഭായ്. ഹലോ ബിപ്ലബ്. അപ്പോൾ ബിപ്ലബ് ഇവിടുത്തെ കെയർ ടേക്കറാണ്. ബിപ്ലബും ദോങ്കാൻ ബാഹബേ. അപ്പോൾ 2 പേരുണ്ട്. ബിപ്ലബും ദോങ് എന്ന് പറഞ്ഞൊരു പയ്യനുണ്ട്. 2 പേരും ആസാം എന്നാണ്. ലഖിംപൂർ എന്നൊരു സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ ബിപ്ലബ് 21 വയസ്സായിട്ടുള്ളൂ. ബിപ്ലബാണ് മൊത്തം ഈ ഷോ മൊത്തം റൺ ചെയ്യണേ. ഇനി ഇവിടെ ഒരു മലയാളിയും കൂടി ഉണ്ട് കേട്ടോ. ഒരാളെയും കൂടി കാണിച്ചു തരാം. ആ അടുക്കളയിലാണ്. എവിടെ ഒരു മലപ്പുറംകാരനുണ്ട്. ഒന്ന് പരിചയപ്പെടുത്തോ. ഇതാണ് ആഫ്ല ഫ്രോം മലപ്പുറം. ചില ചില്ലറ ട്രാവൽ ബിസിനസ് ഒക്കെ ആയിട്ട് ഇവിടെ തട്ടിമുട്ടി പോണേ. ആൾക്ക് ഇവിടെ MAQ അല്ലേ, മാക് ട്രാവൽസ് എന്ന് പറഞ്ഞിട്ട് ഒരു എന്തെങ്കിലും സംഭവം ഹോളിഡേയ്സ് ഉണ്ട്. അപ്പോൾ അതിലിങ്ങനെ ട്രിപ്പും കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്യുന്നു. അപ്പോൾ ഇത് കട്ടൻ ചായ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ദാരിദ്ര്യമാണ് ഗൈസ്. അപ്പോൾ ആഫില എല്ലാ ദിവസവും ഇവിടെ കുക്ക് ചെയ്താണ് ഭക്ഷണം കഴിക്കണേ. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കും, രാത്രി പൊറോട്ട, കറി, ചിക്കൻ, എല്ലാ സാധനവും, മുട്ടക്കറി. അപ്പോൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ നമുക്ക് ഇവിടെ താമസിക്കാമെന്ന് പറഞ്ഞത് സ്റ്റാഫ് ഓൺലി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷെ ഞങ്ങളെല്ലാവരും ഇവിടെ കയറി നിരങ്ങും, ഇവിടെ ഭക്ഷണം ഉണ്ടാക്കും. ഇനി ഒരാളെയും കൂടി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ വന്ന് നെക്സ്റ്റ് ഡേ ആണ് ആഫിൽ വന്നത്. ഇനി ഒരാളെയും കൂടി കാണിച്ചു തരാം. ആൾ റൂമിൻ്റെ അകത്തായിരിക്കും. ഞാൻ വന്നോട്ട് ഇവിടെയുള്ള ഒരാളാണ്. Can I come? ഹായ്. ഹായ്. അപ്പോൾ ഇതാണ് what's your name? Bhargavi. ഇതാണ് ഭാർഗവി. How did you know my name? No, I knew.
ഭാർഗവി ആസാമിൽ നിന്നാണ്. ഭാർഗവി ഇവിടെ ഒരു മാർക്കറ്റിംഗ് ഏജൻസിയിൽ വർക്ക് ചെയ്യുന്നു. യു ആർ വർക്കിംഗ് ഫോർ എ മാർക്കറ്റിംഗ് ഏജൻസി. ട്രാവലി അല്ല, ജോലിയുടെ ഭാഗമൊക്കെ ആയിട്ട് ഭാർഗവി ഇങ്ങനെ നടക്കുന്നു. അപ്പൊ ഞാൻ വന്ന ദിവസം ഞാനാണ് ഇവിടെ കിടന്നിരുന്നത്, ഭാർഗവി അവിടെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പോൾ വേറെ കുറച്ച് ആൾക്കാരൊക്കെ വന്നപ്പോൾ എന്നെ വേറൊരു റൂമിലേക്ക് ഷിഫ്റ്റ് ആക്കി. പിന്നെ ഇപ്പം അങ്ങനെ മാറി മാറി ഇന്നിപ്പോൾ ആജ് ഇതർ രേഖ യാ ഉദർ ഓക്കെ. അപ്പൊ ഇങ്ങനെയാണ്, കാരണം ഇവിടെയാണ് ആഫ്ല കിടക്കുന്നത്. അപ്പൊ എല്ലാരും ശരിക്കും പറഞ്ഞ ഒരു ഫാമിലി ആയി. കുറെ ദിവസമായിട്ട് ഇതേ കട്ടൻ ചായ ഒക്കെ ആയിട്ട് വന്നു. ഇനിയും കുറെ പേരൊക്കെ ഉണ്ടായിരുന്നു. വേറൊരാളും കൂടി ഷെഫാണ്. മലപ്പുറത്തെ വിശേഷം എല്ലാം പറയണ്ട? എന്ത് പറയാൻ, അടിപൊളിയാണ്. ഇവിടെ അടിപൊളിയാണ്. മലപ്പുറത്ത് നല്ല മഴയൊക്കെയാണെന്ന് കേൾക്കുന്നുണ്ട്. എല്ലാരും സേഫ് ആയിരിക്കുക, എൻജോയ് ചെയ്യാം. Hari is very kind and Hari is very nice and Hari is very funny as well. ഞാൻ പൈസ കൊടുത്ത് ജയിപ്പിക്കുന്നല്ല കേട്ടോ. ഇതാണ് നമ്മുടെ ഓൾ ഇൻ ഓൾ. ആള് ഇതിന്റെ ഇടയിൽ കൂടെ 12ാം ക്ലാസ് ഒക്കെ പഠിക്കുന്നുണ്ട്. He paid us for this. കണ്ടില്ലേ, ഇത് ശരിക്കും ഒരു ഫാമിലി പോലെയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. അപ്പോൾ ഞാനൊന്ന് പുറത്ത് പോയിട്ട് ഇവിടെ ഒന്ന് കാപ്പി ഉണ്ടാക്കി കുടിക്കണം. ആൾ കട്ടൻ ചായയുടെ ആളാണ്. എൻ്റെ പാൽപ്പൊടി കയ്യിൽ തീർന്നു കഴിഞ്ഞാൽ ഞാൻ പോയി കുറച്ച് പാൽപ്പൊടി മേടിക്കാൻ വേണ്ടി പുറത്തേക്കൊന്ന് പോയി. നമുക്ക് പുറത്ത് പോയിട്ട് പാൽപ്പൊടി മേടിച്ചിട്ട് വരാം. ഇനി ഒരു പയ്യനും കൂടി ഉണ്ട് കേട്ടോ, ഡോങ് എന്ന് പറഞ്ഞാൽ. ആൾ പുറത്ത് പോയിക്കാണ്, എന്തൊക്കെയോ സാധനങ്ങളൊക്കെ മേടിക്കാൻ പുറത്ത് പോയിക്കാണ്. അപ്പോൾ ആൾ വന്നിട്ട് ആളെ കൂടി പരിചയപ്പെടുത്തരാം. എല്ലാം പാവം പിള്ളേരാട്ടോ, ഭയങ്കര സ്നേഹമാണ്. ഈ പോകുന്നതിന് മുമ്പ് ഒരു സാധനം കൂടി കാണിച്ചു തരാൻ മാത്രമൊന്നുമില്ല. ഈ ഹോസ്റ്റലിൻ്റെ പിന്നമ്പുറത്തുണ്ടല്ലോ, ഇതിൻ്റെ ബാക്കിൽ സൂ ആണ് കേട്ടോ. ആസാം സൂ ആണ്. ഭയങ്കര വലിയൊരു സ്ഥലമാണ്. ഞാൻ സൂവിൽ പോയൊന്നുമില്ല, പക്ഷെ നമുക്ക് രാത്രിയൊക്കെ ഇതിൻ്റെ അകത്ത് നിന്ന് സിംഹമൊക്കെ ഗർജിക്കുന്ന, സിംഹമാണോ കടുവയാണോ എന്താണോ എന്തായാലും ഗർജിക്കുന്ന ഒരു സൗണ്ടൊക്കെ കേൾക്കാം. അപ്പോൾ ഈ ഭാഗത്ത് യമുനയൊക്കെ കാണാം എൻ്റെ മുകളിലേക്ക്. ഈ ഭാഗം അത്ര വൃത്തിയായിട്ട് വെച്ചേക്കുന്ന ഭാഗമൊന്നുമല്ല, അതുകൊണ്ട് കാണാനൊന്നും ഭംഗിയില്ല. പക്ഷേ ഹോസ്റ്റൽ നല്ല ക്ലീനാണ് കേട്ടോ, നല്ല ക്ലീനാണ്, നല്ല ഫ്രണ്ട്ലി സ്റ്റാഫാണ്. ഒരു ദിവസം ഒരു ഡോർമെട്രി, അതായത് 6 ബെഡിൻ്റെ ഡോർമെട്രിക്ക് 500 രൂപ. ഇത് പെയ്ഡ് പ്രൊമോഷൻ ഒന്നുമല്ല കേട്ടോ, ഞാൻ കാശ് കൊടുത്തിട്ടാണ് ഇവിടെ താമസിക്കുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് സൂ. അപ്പോൾ ഇവിടെ യമുനെ കാണുമായിരുന്നു, ഇപ്പോൾ കാണാനില്ല. അപ്പോൾ ഇത് ഈ ഒരു മതിലാണ്, സൂവിൻ്റെ മതിലാണ്. അപ്പോൾ ഇവിടെയൊക്കെ റെസിഡൻഷ്യൽ ഏരിയ ആണ് ഈ ഭാഗത്തൊക്കെ. പിന്നെ ഇവിടെ രാവിലെ കുരങ്ങന്മാർ വരും. ഒരു ദിവസം ഈ ബിപ്ലബ് രാവിലെ ഇതടച്ചില്ല, ബാക്കിലത്തെ ഡോർ അടച്ചില്ല. ഞാൻ രാവിലെ എനിക്ക് നോക്കുമ്പോൾ ഹാളിൻ്റെ അകത്ത് നിറച്ചും കുരങ്ങന്മാർ അടുക്കളയിലൊക്കെ കയറി ഫുള്ള് വൃത്തികേടാക്കി എല്ലാം വലിച്ചു വാരിയിട്ടുണ്ടായിരുന്നു. അരിയും പിന്നെ പച്ചക്കറി, തക്കാളി എടുത്ത് കഴിക്കുക, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇപ്പം നോക്കുമ്പോൾ യമുനൊന്നും കാണാനില്ല കേട്ടോ. ഇവിടെയൊക്കെ യമു എന്ന പക്ഷി ഉണ്ടല്ലോ, ഒട്ടപ്പക്ഷി പോലെ ഇരിക്കും, അതിങ്ങനെ മേഞ്ഞ് നടക്കാറുണ്ട്. പിന്നെ ഈ സിംഹത്തിൻ്റെയൊക്കെ ഗർജനമൊക്കെ കേൾക്കാറുണ്ട്. അപ്പോൾ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന ഞാൻ വിചാരിച്ചത്, പക്ഷെ അതില്ല. എന്തായാലും നമുക്ക് ഇവർക്ക് സൈക്കിളുണ്ട്. അപ്പോൾ സൈക്കിളെടുത്ത് ഒന്ന് കടയിൽ പോയിട്ട് കുറച്ച് പാൽപ്പൊടി മേടിച്ച് ഒരു കാപ്പി ഉണ്ടാക്കണം എന്ന് വിചാരിച്ചു. ഇവിടെ തൊട്ടടുത്തൊരു കടയുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ഞാനിവിടെ പാൽപ്പൊടി മേടിക്കാൻ വന്നപ്പോൾ ഇല്ലായിരുന്നു, അതാണ് സൈക്കിൾ എടുത്തത്. നടക്കാനുള്ള ദൂരം ഉണ്ടായിരുന്നുള്ളൂ. ചോദിച്ചു നോക്കാം, ഒരു പാക്കറ്റ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ രാവിലെ അത് മേടിച്ച് ഞാൻ കാപ്പി ഉണ്ടാക്കി. ചോദിച്ചു നോക്കട്ടെ. കട തന്നെ അടച്ചു. ഇവിടെ ഞായറാഴ്ചയാണ്, അപ്പോൾ അതുകൊണ്ട് ആൾക്കാരൊക്കെ ഇങ്ങനെ പുറത്തിറങ്ങിയെന്ന് വൈകുന്നേരം വർത്താനൊക്കെ പറഞ്ഞിരിക്കുന്നു. ഇവിടെയൊക്കെ ചെറിയ ചെറിയ വീടുകളും ചെറിയ വീടുകളല്ല കേട്ടോ, ഫ്ലാറ്റുകളൊക്കെയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ മറ്റേ സൂവിൻ്റെ ഭാഗമാണ്. ഈ മതിലൊക്കെ സൂവിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ ഇത് അപ്പുറത്ത് സൂ ആണ്. ഇവിടെ വേറെയും കുറച്ച് പേരുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് രാവിലെ കുറേ പേര് പോയി, അപ്പോൾ അവരൊന്നും വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയില്ല. ഒരു ദീപേഷ് എന്നൊക്കെ പറഞ്ഞൊരു പയ്യനായിരുന്നു മധ്യപ്രദേശിന്. അപ്പോൾ ഇന്നലെ വൈകുന്നേരം ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യണ്ടായിരുന്നു. അതൊക്കെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ ഇന്നലെ വൈകുന്നേരം ഞാനും ആഫ്ലയും ഈ ദീപേഷും കൂടി ഇറങ്ങി അവിടെ പുറത്ത് പോയി ചായ കുടിച്ചു. ഇവിടെ അടുത്തൊരു ചായക്കടയൊക്കെ ഉണ്ട് കേട്ടോ. കാര്യം തേയില കുറേ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇന്ത്യയിലത്തെ ലാർജസ്റ്റ് തേയില പ്രൊഡ്യൂസർ ആസാം ആണെങ്കിലും ഇവിടുത്തെ ചായ ഒന്നും അത്ര നല്ലതൊന്നുമല്ല. നമ്മുടെ മലയാളികൾക്ക് അത്ര അങ്ങനെ ഇഷ്ടമാവാൻ ചാൻസ് കുറവാണ്. ചേട്ടനോട് ചോദിച്ചു നോക്കട്ടെ പാൽപ്പൊടി ഉണ്ടോയെന്ന്. മിൽക്ക് പൗഡർ വയ്ക്കാമേ, മിൽക്ക് പൗഡർ നെയ്. കട കണ്ടിട്ട് ഉണ്ടാവുമെന്ന് വിചാരിച്ചു. അപ്പുറത്തൊരു കൂടി ഉണ്ട്, കൊണ്ടോട്ടെ. ഇത് ബിപ്ലബിൻ്റെ സൈക്കിളാണ്. അപ്പോൾ അതെടുത്തിട്ട് ആണ് യാത്ര ചെയ്യാൻ സുഖം. ബൈക്കൊക്കെ എടുത്തോണ്ടിരാൻ പാടല്ലോ.
അപ്പോൾ അതെ നമ്മുടെ ഡോങ് ബായ് വന്നിട്ടുണ്ട് കേട്ടോ. ഡോങ് ബായ് ഇവിടെ ഇരിക്കുന്നുണ്ട്. പുറത്ത് പോയേക്കാന്നാണ് പറഞ്ഞത്. नारा था इसने बोला कि बाहर गया ठीक है मैं कॉफ़ी बना के आता हूँ. അപ്പോൾ ആള് ഇതിൻ്റെ അസിസ്റ്റൻ്റാണ് കേട്ടോ. ആളുടെ അസിസ്റ്റൻ്റാണ്. ഭയങ്കര ഇവിടെ ഒരാൾ ഇത് ഇരുട്ടത്തിരിക്കുന്ന നോക്കി ഇരുട്ടത്തിരുന്ന് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ടി വി എത്തില്ലേ? പണികളായിട്ട് ആ മറ്റേ ട്രിപ്പിൻ്റെ കാര്യം ഓക്കെ നടക്കട്ടെ. അപ്പം ഞാൻ ശരിക്കും 6 പേരുടെ ഡോർമെട്രിയിലാണ് കേട്ടോ ഉള്ളത്. പക്ഷേ ഇന്നലെ ഇവിടെ ഒരു 4 പെൺകുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരിന്ന് രാവിലെ പോയി. അവർക്ക് ഒരുമിച്ച് കിടക്കണം എന്ന് പറഞ്ഞപ്പോൾ അതിൽ സ്ഥലമില്ലാത്തതുകൊണ്ട് എന്നെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ വേറൊരു പയ്യനുണ്ടായിരുന്നു, ഞാൻ നേരത്തെ പറഞ്ഞില്ല, ചായ കുടിക്കാൻ പോയത്. ആ പയ്യൻ ഇവിടെ കിടക്കായിരുന്നു, ഞാൻ മുകളിലായിരുന്നു. അപ്പോൾ അങ്ങനെ ഇങ്ങോട്ട് ഷിഫ്റ്റായി. ഇത് 850 രൂപയെന്ന് തോന്നുന്നു കേട്ടോ ഈ ഒരു ഡോർമെട്രിക്ക്. പക്ഷേ ഞാൻ 450 കൊടുക്കുന്നുള്ളൂ, കാരണം അവർ മാറാമായിട്ട് ഇങ്ങോട്ട് മാറിയത്. അപ്പോൾ ഇന്നും കൂടി ഇവിടെ ആയിരിക്കും. വേറെ ആരോ വരുന്നും കൂടി പറയുന്നുണ്ട്, എന്നാലും അറിയില്ല. നമുക്ക് പോയി കാപ്പി ഉണ്ടാക്കാം. കാപ്പി ഉണ്ടാക്കിയിട്ട് ഒരു സാധനം കാണിച്ചു തരാം. ഒരു പുതിയ ക്യാമറ മേടിച്ചിട്ടുണ്ട്. കുറേ നാളായിട്ട് ആരൊക്കെയോ കമൻറ്റ് ചെയ്യുന്നുണ്ട് ക്വാളിറ്റി കുറവാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ നാട്ടിൽ പോയപ്പോൾ EMI ആണ്. എന്തായാലും ഒരു ക്യാമറ മേടിച്ചിട്ടുണ്ട്. ക്യാമറ കാണിച്ചു തരാം. പക്ഷേ അതിന് മുമ്പ് നമുക്ക് കാപ്പി ഉണ്ടാക്കിയിട്ട് വരാം. കുറച്ച് നേരം അവിടെ എല്ലാവരും കൂടി ഇരുന്ന് വർത്താനം പറഞ്ഞിട്ട് റൂമിൽ കയറി കേട്ടോ. ഭയങ്കര ചൂടാട്ടോ ഇവിടെ. ചൂട് എന്ന് പറഞ്ഞാൽ അങ്ങനെ ചൂടാണ്. മഴ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഭയങ്കര പുഴുക്കാണ്. അപ്പോൾ ഞാൻ ക്യാമറ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. ഇതാണ് നമ്മുടെ പുതിയ ഹെൽമെറ്റിൽ വയ്ക്കാനുള്ള ക്യാമറ കേട്ടോ. DJI Action Pro 5. അപ്പോൾ ഇത് DJIയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്യാമറയാണ്. കഴിഞ്ഞ കൊല്ലം നവംബറിലോ ഡിസംബറിലോ എന്തോ ഇറങ്ങിയതെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും അത് മേടിച്ചു. ശരിക്കും ഇന്ത്യയിൽ നിന്ന് മേടിക്കണം നഷ്ടമാണ്. നമ്മൾ പുറത്ത് തായ്ലൻഡിൽ നിന്നൊക്കെ മേടിക്കുകയാണ് നല്ലത്. പക്ഷേ എനിക്ക് ആ ഒരു ഷോർട്ട് സ്പാനിൽ ഞാൻ ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നില്ല. പിന്നെ നാട്ടിൽ പോകുന്ന വഴിക്ക് ഇങ്ങനെ കമൻസ് ഒക്കെ ഇരുന്ന് വായിക്കുമ്പോൾ കുറേ പേര് എഴുതിയിട്ടുണ്ട് ക്വാളിറ്റി ഭയങ്കര കുറവാണ്, നേപ്പാൾ കുറച്ചും കൂടി ഭംഗിയുള്ള സ്ഥലമാണ്. കുറേ പിന്നെ പേര് ഞാൻ മറന്നുപോയി. ഒരു സബ്സ്ക്രൈബർ സ്ഥിരമായിട്ട് എഴുതാറുണ്ട് 4Kയിലേക്ക് മാറ്റും. അപ്പോൾ ഞാനൊന്ന് ചെയ്ത് നോക്കാമെന്ന് ഇരിക്കുകയാണ്. എൻ്റെ ഫ്രണ്ടിൽ ഒരു സ്ക്രീൻ ഉണ്ട്, പിന്നെ ബാക്കിലും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇനി 4K 60 ഫ്രെയിംസിൽ എടുക്കാമെന്ന് ഇരിക്കണം. പറ്റുകയാണെങ്കിൽ അലമ്പില്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ 30 ഫ്രെയിംസിലേക്ക് മാറും. നമ്മുടെ സ്റ്റോറേജ് ഒരുപാട് കൂടുതൽ വരും. അപ്പോൾ ഞാൻ അല്ലാണെങ്കിൽ എല്ലാ ഫയലും എടുത്ത് വയ്ക്കുന്ന ഒരാളാണ്. അപ്പോൾ അത് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ ഹാർഡ് ഡിസ്കിലേക്ക് മാറ്റി ചിലപ്പോൾ തോന്നുന്നു എന്തിനാ എടുത്ത് വയ്ക്കണം, ഇതൊക്കെ പിന്നെ ആവശ്യം ഉണ്ടാകുമെന്ന് തോന്നും. പക്ഷേ എന്തായാലും എടുത്ത് വയ്ക്കും. അപ്പോൾ എന്തായാലും അതാണ് നമ്മുടെ ക്യാമറ. അപ്പോൾ അത് ഹെൽമെറ്റിൽ വരും. ഞാൻ സാധാരണ പുറത്തുനിന്ന് മേടിച്ച് ഓർഡർ ചെയ്ത് കഴിക്കാറാണ് ചെയ്യാറ്. അപ്പോൾ ഇന്ന് നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് കഴിക്കാമെന്ന് അവർ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആൾ ഫുഡ് ഉണ്ടാക്കും, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. അപ്പോൾ സമയം 7 മണി അങ്ങോട്ടായിട്ടുള്ളൂ. അവർ ഇത്തിരി ലേറ്റായിട്ട് ഉണ്ടാക്കാറ്. 9 മണിയൊക്കെ ആയിട്ട് ഉണ്ടാക്കി 10 മണി 11 മണിയൊക്കെ കഴിച്ച് ഇവിടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് TV ഒക്കെ ഉണ്ട്. ഇവിടെ ഒരു TV റൂമൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്ത്. ഇത് അവിടെ അഫ്ല നേരത്തെ ഇരിക്കുന്നത്, നേരത്തെ ഇരുട്ടായിരുന്നു. അപ്പോൾ അവിടെ ഗിറ്റാറൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഗിറ്റാർ വായിക്കുന്നവർക്ക് അത് വായിക്കാം. അങ്ങനെയാണ് പരിപാടി. പിന്നെ ഇവിടെ ഒരു സംഭവം കൂടി ഉണ്ട് കേട്ടോ. ഒരു സ്കേറ്റിംഗ് ബോർഡ് ഉണ്ട്. ഇത് കുറേ ദിവസമായിട്ട് ഇപ്പം ഞാൻ ഇതിൻ്റെ പുറത്ത് എനിക്ക് ഈ സാധനം ചെയ്യാൻ അറിയില്ലായിരുന്നു. പക്ഷേ ഇതിപ്പോൾ ഇങ്ങനെ ഇവിടെ പോകണം വയ്ക്കും പോകുമ്പോഴും ഒക്കെ കയറി പഠിച്ച് ഇപ്പോൾ ഈ സാധനത്തിൽ കുറച്ചിങ്ങനെ ദൂരത്തേക്ക് ഓടിക്കാൻ പഠിക്കുന്നുണ്ട്. എപ്പോൾ പോകുമ്പോഴും ഞാൻ ഇതിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് ഇങ്ങനെ കുറച്ച് നേരം ഓടിക്കും. അപ്പോൾ അങ്ങനെ ഒരു ചെറിയ ബാലൻസ് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. നാട്ടിൽ പോയിട്ട് പറ്റാണ് പറഞ്ഞാൽ വാങ്ങണം. പക്ഷേ നമ്മുടെ നാട്ടിൽ ഇതിങ്ങനെ പുറത്ത് ചെയ്യാനുള്ള ഫെസിലിറ്റി കുറവല്ല. അങ്ങനത്തെ റോഡുകളൊന്നും ഇല്ലല്ലോ. ഇതിന് അതിൻ്റെതായ സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുക. നമ്മൾ പണ്ട് മധ്യപ്രദേശിൽ പോയപ്പോൾ അവിടെ സ്കേറ്റിംഗ് വില്ലേജിൽ പോയിട്ടില്ലേ, ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ ഒന്ന് കയറി നോക്കണേ. കിഡിൽ വീഡിയോ ആണ്, ഞാൻ ചെയ്തുകൊണ്ട് പറയല്ല. പക്ഷേ ആ കോൺസെപ്റ്റ് ഭയങ്കര അടിപൊളിയാണ്. അപ്പോൾ ഇതേ സ്കേറ്റിംഗ് ബോർഡും ഉണ്ട്. സ്കേറ്റിംഗ് ചെയ്യുന്നവർക്ക് അതും ചെയ്യാം. ഭാർഗവി ഒന്ന് വിളിച്ചു കേട്ടോ. ഭാർഗവിയുടെ കുക്കിങ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് വിളിച്ചു. നേരത്തെ ഇവിടെ ഇരുന്ന് അരിയെന്നൊക്കെ ഉണ്ടായിരുന്നു. അതെ ഇവിടെ തുടങ്ങി പരിപാടികൾ. What are you making? I am making Rajma Chawal. Rajma Chawal. So Afla is not helping you today? No, he is busy with his things. ആഫ്ലിക്ക് അവിടെ വേറൊരു കമ്പനി കിട്ടിയിട്ടുണ്ട് കേട്ടോ. വേറൊരു ആൾ കൂടി വന്നിട്ടുണ്ട്. ആളുടെ പേര് എനിക്കറിയില്ല. പക്ഷെ ആൾ ഇതിനു മുമ്പ് 2-3 ദിവസമൊക്കെ ഈ ഭാഗത്തുണ്ടായിരുന്നു. അപ്പോൾ അവർ രണ്ടുപേരും കൂടി ഇവിടെ നിന്ന് സംസാരിക്കുക. Hi, what is that? Onion Yeah, paste. it's paste of onion and
tomato. Okay. And yeah, ginger as well. Okay. And rajma you have already soaked it. We have already boiled the അതായത് rajma. രാജ്മ വേവിച്ച് വെച്ചിട്ടുണ്ട്, ഉരുളക്കിഴങ്ങുണ്ട്. അത് ഈ പേസ്റ്റിലേക്ക് ഇട്ട് എന്തോ ചെയ്യും. അപ്പം ഞാനിവിടെ വെറുതെ ഇരിക്കുകയാണ്. ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടില്ല. അവിടെ സബോള അരിയുമ്പോഴൊന്നും ഞാനവിടെ വെറുതെ ഇരിക്കുകയായിരുന്നു. ഇവരിങ്ങനെ ചെയ്യുന്നു, എല്ലാവരും കൂടി വർത്തമാനം പറയും. എന്താ ഒരാൾ എത്തി നോക്കുന്നുണ്ട്. So normally they don't put like potato in rajma, but it's Assamese, so we put every. Potato has to be there. Yeah, everywhere. So yeah. देख रहा है मैनेजर को कुछ रिस्पेक्ट नहीं है मैनेजर का। कौन? मैं मैनेजर हूँ, स्टाफ है, हाँ, मेरा कुछ रिस्पेक्ट ही नहीं है। बार्गली रेस्पेक्ट नहीं दे रहा है. हाँ Atithi Deva Bhava. मैनेजर को In मारना India, आता it's है Atithi ये। Deva Bhava. You are manager, but we are Atithi. ഇവർ രണ്ടുപേരുണ്ടല്ലോ എപ്പോഴും അടിയാണ്, ഫുൾ ടൈം അടിയാണ്. मेरा हॉस्टल से मुझे किडनैप कर रहा है, मेरा हॉस्टल से मुझे किडनैप कर रहा है, ये गलत है बहुत। खाना अच्छा नहीं बनेगा. गाड़ी चुपचाप चला गया. नहीं मैं इधर ही हूँ. अंदर रुकेंगे यहीं पे, है ना? खाना अच्छा नहीं बनेगा. I'm telling you guys. मुझे नहीं खाना Please get out. मैं तो दाल चावल खाऊंगा। This is my kitchen now. इसका किचन है मैं कौन? ये इनका किचन है बोल। जगड़ा चाबी पर कर लो. Yeah. ये आलू थोड़ा छोटा छोटा करो बन अच्छा है ना? नहीं वो नहीं बोल रहा हूँ मैं, फिर भी तुम छोटा करके खा लेना. हमको हाँ. बड़ा कर. पेट नहीं जाना है ना तुम्हारे. सही है, लेकिन वो छोटा नहीं बनेगा, ज़रा है. अच्छा होता है। क्या होता है कि छोटा बनेगा तो मसाला अंदर हाँ जाएगा. मसाला नहीं तो मसाला अंदर नहीं जाएगा। हो गया तुम लोगों का. Just get out. सही है. मुझे आईफोन मिल गया। खाना बन रहा है यहाँ। ഓടി രക്ഷപ്പെട്ടു, ഗേറ്റിന്റെ അവിടെ എത്തി. പുറത്ത് നല്ല മഴ കേട്ടാ. ഞാൻ ഫുഡ് എടുക്കാൻ വന്നതാണ്. ഇവിടെ വേറെ കുറേ ഗസ്റ്റുകൾ വന്നിട്ടുണ്ട്. ഇത് ഫുള്ളാണ്, എല്ലാ ആൾക്കാരും വന്ന് നിറഞ്ഞു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന്ന് കുറച്ച് പേരൊക്കെ കഴിക്കാണ്ട് വന്നവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കുറച്ച് കൊടുത്തെടുത്ത് ശരിക്കും പറഞ്ഞാൽ ഫുഡ് തീർന്നു. അതെ എല്ലാം അവസാനമായി. ഞാനത് തുടച്ചെടുത്തതാണ്. അപ്പോൾ അത് പിണ്ടിയൊക്കെ കുറച്ച് കിട്ടിയുള്ളൂ. ഇതുണ്ട് മറ്റേ രാജ്മയും കുറച്ചേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും കഴിച്ചു. മറ്റേ നമ്മുടെ പിള്ളേരൊക്കെ അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ഭാർഗവി നേരത്തെ കഴിച്ച് കിടന്നു കേട്ടോ. ഭാർഗവി തലവേദനയെന്ന് പറഞ്ഞിട്ട് ഭാർഗവി നേരത്തെ കഴിച്ച് കിടന്നു. ഞാനും ആഫ്ലിയാണ് ഉണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ ജ്യോതിക എന്ന് പറഞ്ഞിട്ട് വേറൊരു പെൺകുട്ടി ഉണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം ഇവിടെ ഉണ്ടായിരുന്നു. ആള് നാഗാലാൻഡൊക്കെ പോയിട്ട് തിരിച്ചു വന്നാണ്. ഇരിക്കുന്നു, ഇതാണ് ജ്യോതിക. ഹായ്. അപ്പോൾ ഞാൻ കഴിക്കില്ല കേട്ടോ. सो जाओ, मैं जा रहा हूँ. ठीक है, बाय. जा रहा हूँ. अब सो जाओ. ओके, सो जाओ. ആണോ? തിരിച്ചു വരുമ്പോൾ ഇവിടെ ഉണ്ടാവുമോ? എന്തെങ്കിലും കാണാൻ മിക്കവാറും വരും. ഓക്കെ. സി ഭാർഗവി, നൈസ് ടു മീറ്റ് യു. താങ്ക് യു ഫോർ ഓൾ ദ ഫുഡ് ആൻഡ് കുക്കിംഗ് ആൻഡ് whatever. Thank you for your kind words. Okay. Every day. Thank Okay. you. Bye. See you. See you. Okay. Bro. Like, See you. you have to come. Yeah, You'll be bye. When is your wedding? Next year. Okay. Yeah. Let me know. Ben, सो रहा है? I'm leaving. Bye. See you. See you soon. See you in Kulti. You have to come. Yeah. Okay. Sure. Bye. Bye. You sleep. No, I'll come. ഓക്കെ. വരണ്ട, അവിടെ നിന്നാൽ മതി, ഞാൻ പൊക്കോളാം. അപ്പോൾ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞിറങ്ങി. ഞാൻ കുറച്ച് നേരം മുമ്പ് ഇറങ്ങി. നമ്മുടെ ബൈക്കിൽ
സാധനങ്ങളൊക്കെ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി യാത്ര തുടരാണ്. രാവിലെ നേരത്തെ ഇട്ടതാണ്, നല്ല മഴയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇറങ്ങാത്ത, അതായത് അവിടെ നിന്ന് ഇവിടെ വരെ കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ട്. ബൈക്ക് അങ്ങോട്ട് എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല, അവിടെ ഒരു തിണ്ണ പോലെ ഉണ്ട്. എല്ലാവരും കൂടി വരിക കേട്ടോ എന്നെ യാത്ര അയക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാൻ. ഭയങ്കര ടെൻഷൻ ഉണ്ട് കേട്ടോ. അതായത് അരുണാചൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് അവിടുത്തെ ടെറൈനും ആൾക്കാരും പല ട്രൈബ്സും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ചെറിയൊരു ടെൻഷൻ എവിടെയുണ്ട്. പോകുന്ന റൂട്ടൊക്കെ മോശമാണ്, ലാൻഡ് സ്ലൈഡ്സ് ഉണ്ട്, മഴയുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും ഒരു ഉള്ളിലൊരു കനുണ്ട്. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല, നമുക്ക് ഇതൊക്കെ അതിജീവിക്കാനുള്ള നമ്മൾ യാത്രയാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ. ക്യാൻ യു ഓൾ സേ ബൈ? ബൈ. Bye, Shweta. ബൈ.